ഭാര്യയുടെ പരാതി. തൻ്റെ ഭാര്യയുടെ പരാതികളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ് ഖലീഫ ഉമർ. ആ സമയത്താണ് എന്തോ ആവലാതി ബോധിപ്പിക്കാനായി ഒരാഗതൻ ഖലീഫ ഉമറിൻ്റെ വാതിൽക്കലെത്തിയത്. കാര്യം തിരക്കിയപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല അമീർ, അതിനി ഞാൻ പറയുന്നില്ല. എൻ്റെ പ്രശ്നം അങ്ങയെക്കൊണ്ടും പരിഹരിക്കാൻ സാധ്യമല്ല എന്നെനിക്ക് മനസ്സിലായി. ആഗതൻ്റെ വാക്കുകൾ കേട്ട ഉമറിന് തൻ്റെ കോപം നിയന്ത്രിക്കാനായില്ല. എന്ത്? നീതി നടപ്പാക്കാൻ കഴിയാത്തവനാണ് ഞാനെങ്കിൽ ഈ സ്ഥാനത്ത് തുടരാൻ എനിക്ക് അർഹതയില്ല. താങ്കൾ കാര്യം എന്താണെന്ന് പറഞ്ഞേ തീരൂ. ഇത് കേട്ട് ആഗതൻ വിനയത്തോടെ പറഞ്ഞു, അമീർ, താങ്കൾ ഇത്ര പരവശനാവാൻ മാത്രം ഒന്നുമില്ല. വീട്ടിലെത്തുമ്പോൾ സ്ഥിരമായി അതും ഇതും പറഞ്ഞ് എന്നെ ശകാരിച്ച് സ്വൈര്യം കെടുത്തുന്ന എൻ്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞ് അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയത്. പക്ഷേ ഈ രാജ്യം ഭരിക്കുന്ന, പേര് കേട്ടാൽ ചെകുത്താൻ പോലും വഴിമാറി നടക്കുന്ന വീരശൂര പരാക്രമിയായ അങ്ങ് പോലും സ്വന്തം ഭാര്യയുടെ മുന്നിൽ ശബ്ദം നിലച്ചു നിൽക്കുമ്പോൾ ഞാൻ അക്കാര്യം എങ്ങനെയാണ് അങ്ങയുടെ മുന്നിൽ അവതരിപ്പിക്കുക? അതുകൊണ്ടാണ് വന്ന കാര്യം ഉപേക്ഷിച്ച് തിരികെ നടന്നത്. മറുപടി കേട്ടതും അത്ര നേരം കോപിഷ്ഠനായ ഖലീഫയുടെ മുഖത്ത് ഒരു ചെറുചിരി വിരിഞ്ഞു. ഓഹോ, അതാണോ സോദരാ കാര്യം? ഇരിക്കൂ, ഞാൻ പറയാം. ഉമർ പറയാൻ ആരംഭിച്ചു. നോക്ക്, നമ്മുടെ ഭാര്യമാർ എത്രമാത്രം ത്യാഗം ചെയ്യുന്നു. മുൻ പരിചയം ഏതുമില്ലാത്ത കൈകളിൽ പിതാവ് ഏൽപ്പിച്ച അന്ന് മുതൽ നമ്മെ മാത്രം വിശ്വസിച്ചും സ്നേഹിച്ചും വീട് വിട്ടവരാണവർ. നമുക്കായി ഭക്ഷണം സമയാസമയം ഒരുക്കുന്നു, നമ്മുടെ വസ്ത്രങ്ങൾ അലക്കുന്നു, നമ്മുടെ വീട് വൃത്തിയാക്കുന്നു, നമ്മുടെ അഭാവത്തിലും വീട്ടിലെത്തുന്ന അതിഥികളെയും അയൽക്കാരെയും സ്വീകരിക്കുന്നു, നമ്മുടെ കിടക്കവിരിപ്പ് വിരിച്ച് നമുക്ക് സുഖം നൽകുന്നു, നമ്മുടെ കുട്ടികളെ ശുശ്രൂഷിച്ച് സമയാസമയങ്ങളിൽ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ ഉത്തരവാദിത്തങ്ങളുടെ പകുതിയെങ്കിലും നമ്മളും പേറേണ്ടതാണ്. പുലർച്ചെ വീട് വിട്ടിറങ്ങുന്ന ഞാൻ പലപ്പോഴും പാതിരാക്കാണ് വീട്ടിലെത്തുന്നത്. ചിലപ്പോൾ വരാനും കഴിയാറില്ല. എന്നിട്ടും എൻ്റെ വീടും കുടുംബവും അവൾ സംരക്ഷിക്കുന്നു. നിത്യവും വൈകി ഉറങ്ങുന്ന അവർ നേരത്തെ ഉണർന്ന് ഞാൻ ഉണരുമ്പോഴേക്കും ഭക്ഷണപാനീയങ്ങളെല്ലാം ഒരുക്കുന്നു. ഇത്രയൊക്കെ ചെയ്യുന്ന അവർക്ക് അതിൻ്റെതായ ക്ഷീണവും മാനസിക സംഘർഷവും ഒക്കെ ഉണ്ടാവില്ലേ? അതൊന്ന് പറഞ്ഞു തീർക്കാനെങ്കിലും, ആ പറയുന്ന സമയത്ത് കേട്ടിരിക്കാനെങ്കിലും നമ്മളും തയ്യാറാവണ്ടേ? ആഗതൻ നിശബ്ദനായി. അയാൾ ചിന്തിച്ചു. ഈറനണിഞ്ഞ കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തി അയാൾ പറഞ്ഞു, ശരിയാണ് അമീർ, എൻ്റെ പ്രശ്നവും പരിഹരിക്കപ്പെട്ടു. ഇനി ഞാൻ മടങ്ങട്ടെ. ദാമ്പത്യ ബന്ധങ്ങളിൽ പല വിട്ടുവീഴ്ചകൾക്കും നാം തയ്യാറാവണം. തന്നിഷ്ടം മാത്രം നടപ്പിലാക്കപ്പെടണമെന്ന് കരുതുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഖലീഫയുടെ വാക്കുകൾ ഒരു പാഠമാവട്ടെ.